നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഈ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരത്തെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ 85% എത്തിയിരിക്കുന്നു തമിഴ്നാട്ടിലെ പോളിംഗ്. എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ടും വോട്ടായി മാറിയിരിക്കുകയാണ്. SIR കൂടെ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ, വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതൊരു 10% മുകളിലേക്ക്, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 10% മുകളിലേക്ക് കൂടിയിരിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിച്ചിരിക്കുന്നു, വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളത് പറയാൻ കഴിയും. തമിഴ്നാട്ടിൽ ഇപ്പോൾ നമുക്കറിയാം 2 ടേമായിട്ട് DMK ഭരിക്കുകയാണ്. DMKയുടെ ഭരണം കൊണ്ട് അവിടെ ഉണ്ടായ മെച്ചം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല, സ്ത്രീകൾക്ക് സുരക്ഷയില്ല, അഴിമതി കൂടികുത്തി വാഴുന്നു. അതായത് ഏറ്റവും താഴെ തട്ടിൽ ഒരു വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ട്രാഫിക് നിയന്ത്രിക്കുമ്പോൾ വാങ്ങുന്ന 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൈക്കൂലി വാങ്ങിയാൽ അതിൻ്റെ ഓഹരി വളരെ കൃത്യമായിട്ട് അങ്ങ് മുകൾ തട്ടിൽ വരെ എത്തുന്ന ഒരു സാഹചര്യം. ഇതാണ് തമിഴ്നാട്ടിലുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അക്രമവും, ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം തകർന്നു. ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ സ്വൈര ജീവിതം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് തമിഴ്നാട്ടിൽ വന്ന പുതിയ ഒരു വ്യവസായത്തിൻ്റെ പേര് പറയാൻ അവിടെ ഇല്ല, ഒന്നുമില്ല. അവിടെ ഒരു രസകരമായ കാര്യം, നമ്മുടെ ഈ മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം മലയാളികൾ പ്രബുദ്ധരാണ്, അതുകൊണ്ട് മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ തമിഴനെ ഇതുപോലെ പറ്റിക്കാൻ ചെന്നാൽ അവൻ നമ്മളെ ഓടിച്ചു മടക്കി വിടും. നമ്മുടെ മാൾ മുതലാളി ശ്രീ യൂസഫ് അലി, അദ്ദേഹം 7000 കോടി രൂപയുടെ ഒരു വലിയ മാള് പ്രോജക്റ്റുമായിട്ട് അവിടെ ചെന്നു. സ്റ്റാലിൻ പച്ച പരവതാനി വിരിച്ച്, ചുവന്ന പരവതാനി വിരിച്ച് ഒക്കെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയാണ്. അണ്ണാമല പറഞ്ഞു, യൂസഫ് അലി സാർ ரொம்ப നന്ദി, உங்களுக்கு സ്വാഗതം ഒക്കെ പറഞ്ഞു. പക്ഷേ ഈ 7000 കോടിയുടെ മാളും കൊണ്ടുവന്ന് വല്ലവനും വല്ലവിടത്തും ഉണ്ടാക്കുന്ന ആക്രി സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് വിറ്റ് തമിഴനെ കൊണ്ടത് വാങ്ങിപ്പിച്ച് അതിൻ്റെ ലാഭം അടിച്ചുകൊണ്ട് പോകാനാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഒരു കല്ലെടുത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. വളരെ കണിശമായിട്ടാണ് പറഞ്ഞത്, ഒരു കല്ലെടുത്ത് വെക്കാൻ. കാരണം തമിഴന് ഈ വല്ലയിടത്തൊന്നും ഉണ്ടാക്കുന്നത് ഞാനെന്ന ശീലമില്ല. മലയാളി തമിഴന്റെ സംസ്കാരം, തമിഴന്റെ അധ്വാനം, തമിഴന്റെ വിയർപ്പ്, അതിനൊക്കെ വില കൊടുക്കുന്നവരാണ്. അവരെ കണ്ടുപഠിക്കണം ഈ കാര്യം. അപ്പൊ അണ്ണാമല പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നൊരു വ്യവസായം തുടങ്ങും, ഇവിടെ എന്തെങ്കിലും ഉൽപാദനം തുടങ്ങും, അത് ഇവിടെ വിൽക്കൂ, അത് നിങ്ങൾ വേണമെങ്കിൽ കയറ്റി അയച്ചോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇറക്കുമതിയും കൊണ്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ അതുകൊണ്ട് വന്നാൽ ഞങ്ങൾ വാങ്ങാൻ, കാരണം അതിവിടെ ഇല്ല, അത് നമുക്ക് വാങ്ങാം. അല്ലാതെ ഈ ഉടായ്പ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത്, വന്നാൽ ഒരു കല്ലെടുത്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നോക്കൂ, ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ, UP വരെ യൂസഫ് അലിക്ക് മാളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ തുടങ്ങാൻ പറ്റാതെ? അവിടുത്തെ തമിഴന്റെ സ്വത്വബോധം അത്ര വലുതാണ്, നമ്മളത് മനസ്സിലാക്കണം. കേരളത്തിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ലുലു മാള് തുടങ്ങുമ്പോൾ യൂസഫ് അലി ഒരു മാള് തുടങ്ങിയാൽ ആ മാള് ഒരിക്കലും, ഇപ്പം ഏറ്റവും കൂടുതൽ പണം വരുന്നത് മലപ്പുറത്തൊക്കെയാണ്, ഗൾഫ് മണി വരുന്നത്. പക്ഷെ അവിടെ മലപ്പുറത്ത് മാളില്ല. നേരെ മറിച്ച് തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കാൻ പണം പിടിച്ചെടുക്കാനുള്ള കേരളമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കച്ചവടക്കാരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അവരെ ഇല്ലാതാക്കി പരമാവധി മനസ്സിലാക്കേണ്ടത് മനുഷ്യരാണ് കേട്ടോ, കേരളത്തിലെ മനുഷ്യർ. ഇത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മനുഷ്യരാണ്. ജാതി മത ഭേദമന്യേ മനുഷ്യരാണ്. നിങ്ങളുടെ ചെറുകിടക്കാരുടെ കച്ചവടം പൂർണ്ണമായിട്ടും ഞാൻ ഒരു പ്രാവശ്യമോ മറ്റോ അവിടെ കാണാൻ പോയി ഇതുവരെ പോയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു ആവശ്യം വരികയാണ്, നമുക്കൊരു സാധനം വാങ്ങാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാം. ഞാൻ ബാക്കി എല്ലായിടത്തും ഉണ്ടപ്പോ പിന്നെ മലയാളിക്ക് ഭ്രാന്താണ് ലുലു മാള് കാണാൻ. എന്റെ സുഹൃത്തുക്കൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു കാണാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ മാത്രം ഞാൻ അവിടേക്ക് പോയി. ഞാൻ ഒരു രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ ശ്രീലെ? കോഴിക്കോടുള്ളവൻ തിരുവനന്തപുരത്തെ ലുലു മാള് കാണാൻ ഫ്ലൈറ്റ് പിടിച്ചു വരും.
ഇരിക്കട്ടെ, നമ്മൾ തമിഴ്നാടാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ജനം അറിഞ്ഞു തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. SIRഉം ഈ പെർസെൻറ്റേജ് കൂടിയതിന് ഒരു കാരണമാണ്. കാരണം തമിഴ്നാട്ടിലും ഈ പറഞ്ഞതുപോലെ അസാധു വോട്ടുകളെല്ലാം നീക്കം ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടിംഗ് ശതമാനം കൂടും. വിജയുടെ സ്വാധീനം എന്തെങ്കിലും അതിലുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. വിജയുടെ സ്വാധീനം നമുക്ക് പൂർണ്ണമായിട്ടും ഒരു കണക്കുകൂട്ടൽ നടത്താൻ സാധിക്കുന്നില്ല. സിനിമാ നടനായതുകൊണ്ട് അല്ല, അത് സിനിമാ നടനായതുകൊണ്ടല്ല. കേരളത്തിൽ BJP ആരെയാണ് നശിപ്പിക്കുക? LDFനെ നശിപ്പിക്കുമോ UDFനെ നശിപ്പിക്കുമോ? BJP രണ്ടുപേരുടെ വോട്ട് കുറെ പോയി, അത് തീർച്ചയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ BJP ആരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ബാധിക്കാൻ പോകുന്നത്? BJP ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ചിലപ്പോൾ BJP സംപൂജ്യരായി തന്നെ തുടർന്നേക്കാം. പക്ഷേ BJP പിടിക്കുന്ന വോട്ട് ആരെയാണ് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അത് പല മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടായേക്കാം. തിരുവനന്തപുരത്ത് നേമത്തുണ്ടാകുന്നത് പോലെ ആയിരിക്കില്ല വർക്കലയിൽ, അതുപോലെയല്ല കൊല്ലത്ത് ചാത്തന്നൂരിൽ, അതുപോലെ ആയിരിക്കില്ല ആലപ്പുഴയിൽ, അതുപോലെ ആയിരിക്കില്ല കായംകുളത്ത്, അതുപോലെ ആയിരിക്കില്ല കോട്ടയത്ത്. ഇങ്ങനെ ഇത് വളരെ എന്താ പറയുക, അടിയൊഴുക്കുകൾ വളരെ സങ്കീർണമാണ്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ വിജയ് ഒരു പക്ഷേ വലിയ വിജയമൊന്നും നേടിയില്ല എന്ന് വരാം. വിജയ് അവിടെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞാണ്. അദ്ദേഹം സ്റ്റാലിൻ സാറിനെ ഭരണത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിറക്കണം, എന്നിട്ട് എന്നെ അവിടെ ഇരുത്തണം എന്നാണ് വിജയ് പറയുന്നത്. പക്ഷെ അത് തമിഴ് ജനത എത്രത്തോളം ഉൾക്കൊള്ളും എന്ന് നമുക്കറിയില്ല. അവിടുത്തെ കാരണം എന്താന്ന് വെച്ചാൽ, ഒന്ന്, വിജയിന് രണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതായത് അഴിമതിയൊന്നുമില്ല, ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നു, ഒരു ചെറുപ്പക്കാരൻ, നടൻ, അങ്ങനെ എന്താ പറയുക, സമൂഹത്തിൽ വലിയ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നയാള്. പിന്നെ ഇതിനെല്ലാം പുറമെ നമ്മുടെ സുവിശേഷക്കാരുടെ അകമഴിഞ്ഞ പിന്തുണ, അവരുടെ സാമ്പത്തിക സഹായം, ഇതെല്ലാം വിജയിനുണ്ട്. അതുകൊണ്ട് അതൊക്കെ വിജയിന് അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ വിജയിന്റെ പരിചയക്കുറവ്, രാഷ്ട്രീയത്തിലുള്ള പക്വതയില്ലായ്മ, വിജയ് കാണിക്കുന്ന ഈ ഡ്രാമകൾ, ഇതൊക്കെ പണ്ടൊക്കെ തമിഴിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കാം. പണ്ട് പഴയ ആൾക്കാർ നിഷ്കളങ്കരാണ്, അവരിതിനൊക്കെ നിന്നു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ജെൻസി ഒന്നും അങ്ങനൊന്നും അല്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ ഇതിനെല്ലാം അപ്പുറത്ത് നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഒരു തരംഗം, അത് തമിഴ്നാട്ടിൽ വളരെ ശക്തമാണ്. നരേന്ദ്രമോദിയേക്കാൾ വലിയ തരംഗം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അണ്ണാമലൈ. അണ്ണാമലൈ സ്റ്റാർ ക്യാമ്പയിനറായിട്ട്, അതായത് മത്സരിക്കാതെ മാറി നിന്നുകൊണ്ട് അണ്ണാമലൈ BJPയുടെയും NDAയുടെയും വിജയത്തിന് വേണ്ടി അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന കാഴ്ച. ഇനി ഇതെല്ലാം പോട്ടെ, നമ്മൾ തൊട്ട് പിന്നിലെ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പ് എടുത്താൽ അവിടെ DMKക്ക് ഏതാണ്ട് 40% വോട്ട് കിട്ടി. ADMKക്ക് 33% വോട്ട് കിട്ടി. BJP വളരെ പുറകിലായിരുന്നു. പക്ഷെ BJP ക്രമാനുഗതമായിട്ട് വളർന്ന്, രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഇക്കുറി BJPക്ക് ഒറ്റയ്ക്ക് ഏതാണ്ട് 15% വോട്ട് പിടിക്കാൻ പറ്റും എന്നാണ് കണക്കുകൾ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ADMKയുടെ 33%വും BJPയുടെ 15% കൂടെ ചേർന്നാൽ എത്രയാകും? വളരെ മുമ്പ് ADMKയും BJPയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്ന് ഏറ്റുമുട്ടിയതാണ്, അല്ലെ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, എടപ്പാടി പളനിസ്വാമിയുടെ മത്സരിച്ച മണ്ഡലത്തിൽ 91.5% പോളി. ബാക്കി എല്ലായിടത്തും 82% നിൽക്കുമ്പോഴും എടപ്പാടി പളനിസ്വാമിയുടെ മണ്ഡലത്തിൽ 91%. അതൊരു വിജയ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകമല്ലേ? വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ന് വെച്ചാൽ എടപ്പാടിക്ക് എതിരായിട്ടും വോട്ട് വീണിട്ടുണ്ട്, അനുകൂലമായിട്ടും വോട്ട് വീണിട്ടുണ്ട്. അപ്പൊ അവിടെ ശക്തമായ മത്സരം നടന്നു എന്നാണ് തെളിയിക്കുന്നത്. ഈ സാധാരണ നിലയ്ക്ക് എടപ്പാടിയെ തോപ്പിക്കാൻ BJP അവിടെ ശ്രമിച്ചേക്കും. നമ്മൾ പൊതുവെ രാഷ്ട്രീയം പറയുമ്പോൾ കൂട്ടുകക്ഷിയാണെങ്കിലും ഇപ്പൊ CPIയെ തോൽപ്പിക്കാൻ CPM ശ്രമിക്കും എന്നൊരു ആക്ഷേപം കേരളത്തിലുണ്ട് പൊതുവെ. അതെല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഉന്നയിക്കുന്നതാണ്. അതുപോലെ ഈ എന്താ പറയണ്ടേ, എടപ്പാടിയെ തോൽപ്പിക്കാൻ BJP അവിടെ ശ്രമിച്ചേക്കും. കാരണം എടപ്പാടിയാണ് അണ്ണാമലയുടെ വരവിന് വലിയ തടസ്സം. പക്ഷെ അതെല്ലാം അസ്ഥാനത്താണെന്ന് ഈ വോട്ടിംഗ് ശതമാനം തെളിയിക്കും. ഫലം വരട്ടെ, നമുക്ക് കൂടുതൽ വിശദമായിട്ട് അതിലേക്ക് പോകാം. പക്ഷെ പ്രാഥമികമായ വിലയിരുത്തലിൽ ഇതാണ്. ഇനി അവിടെ ഈ പറഞ്ഞതുപോലെ മോദി തരംഗത്തിനേക്കാൾ വലിയൊരു സുനാമി അണ്ണാമല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ പോയ
കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താൻ പോയ ചില മുതിർന്ന ആൾക്കാർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞത് നമ്മൾ കരുതുന്നത് പോലെയല്ല, അണ്ണാമലയ്ക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ട് എന്നാണ്. ഒരു പക്ഷേ ഇക്കുറി അണ്ണാമല അവിടെ ഒറ്റയ്ക്ക് നിന്ന്, അതായത് BJP ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ BJPക്ക് ഒരു വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടായേനെ. കുറച്ച് സീറ്റുകളും നേടാൻ പറ്റും. ഒരു 10-25 സീറ്റുകൾ നേടി അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP ശക്തമായ ഒരു കക്ഷിയായി അവിടെ വളർന്നേനെ. പക്ഷേ BJPയുടെ ലക്ഷ്യം അതല്ല. BJPക്ക് ഇക്കുറി എങ്ങനെയും ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ നിൽക്കുന്ന DMK സർക്കാരിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന MK സ്റ്റാലിനെയും എങ്ങനെയും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണം. എങ്കിൽ മാത്രമേ കേരളത്തിലും അല്ല, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് BJP വളരെ കൃത്യമായിട്ട്, അത് 2029 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കാൻ എന്താ പറയുക, കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് BJP. ബംഗാൾ അവരത് വളരെ കൃത്യമായിട്ട് അത് ചെയ്തു കഴിഞ്ഞു. ബംഗാളിൽ അവരെ സംബന്ധിച്ചിടത്തോളം മമത വീഴും എന്ന് BJPക്ക് ഉറപ്പുണ്ട്. ഇനി പിന്നെയുള്ളത് തമിഴ്നാടാണ്. ഈ കേരളത്തെ ഒന്നും അവരങ്ങനെ പരിഗണിക്കുന്നില്ല, വലിയ കാര്യമൊന്നുമില്ല. ഇത് ഈ പ്രബുദ്ധ മലയാളി നമുക്കറിയാലോ, രാജ്യം മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരെ പിണറായി വിജയൻ ഒരു ബലം കിട്ടുന്നത് DMK സ്റ്റാലിനിൽ നിന്നല്ലാതെ പിണറായി വിജയൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനല്ല. അത് വളരെ ശരിയാണ്. തമിഴ്നാട്, കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുന്ന കാലത്ത് തമിഴ്നാട്ടിൽ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. അത് നമുക്ക് മെയ് 4-ാം തീയതി അറിയാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പം ഇന്ദിരാഗാന്ധിയെ പിന്നെ സമ്പൂർണമായിട്ടും പിന്തുണച്ച ആൾക്കാരാണ് മലയാളികൾ. ബാക്കി തമിഴനോ തെലുങ്കനോ കന്നഡികനോ ഉത്തരേന്ത്യക്കാരനോ വടക്കനോ പടിഞ്ഞാറോ എന്നുള്ളവൻ ഒരു പിന്തുണയും കൊടുത്തില്ല. 8 നിലയെ പൊട്ടി. റായ്ബറേലിയിൽ തോറ്റു, ചിക്കമംഗളൂരിൽ തോറ്റു, എല്ലായിടത്തും. സഞ്ജയ് ഗാന്ധി പെട്ടി പൊട്ടിക്കും മുമ്പ് തോറ്റു. അപ്പോ മലയാളിയുടെ പ്രബുദ്ധത നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. തമിഴൻ അങ്ങനെയല്ല, അവന് രാജ്യത്തിനോട് കൂറും സ്നേഹമൊക്കെ ദേശീയതയൊക്കെ ഉണ്ട്. മലയാളിക്കൊക്കെ ഞാൻ പതുപ്പനെ കുറിച്ച് പറയുന്നില്ല. അപ്പോ ഈ വളരെ കൃത്യമായിട്ട് ഇവിടെ ഈ വോട്ടിംഗ് ശതമാനം ഒരു 85% എത്തി എന്ന് പറയുമ്പോൾ അത് വെറും കേവലം SIRന്റെ മാത്രം ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട്, സ്വാധീനമായിട്ട് നമ്മൾ കരുതണ്ട. ഭരണവിരുദ്ധ വികാരം അവിടെ പരമാവധി വോട്ടായിട്ടുണ്ട്. അത് സ്റ്റാലിൻ ഭയക്കുക തന്നെ വേണം. സ്റ്റാലിന് വലിയ വെല്ലുവിളിയാണ്. ഞാൻ ഈ സ്റ്റാലിൻ അങ്ങ് അടപടലം തകർന്നു പോകുമെന്നല്ല, DMK ഈ വാഷ് ഔട്ടായി പോകുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ കനത്ത വെല്ലുവിളി അവിടെ ഉയർന്നിരിക്കുന്നു. അത് ഈ പറയുന്നത് പോലെ ADMKയും BJPയും കൂടി ഒരുമിച്ചപ്പോൾ അതൊരു മഹാശക്തിയായി മാറി. ഇപ്പുറത്ത് സ്റ്റാലിന് കിട്ടേണ്ട കുറേ വോട്ടുകൾ, അത് ഒരു പക്ഷേ ഈ NDA BJP ADMK NDA സഖ്യത്തിലേക്ക് വരേണ്ട വോട്ടായിരിക്കാം. പക്ഷെ അത് വിജയ് പിടിക്കും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ വിജയ് അത് പിടിക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോകുമെന്നും അതിലൂടെ തനിക്ക് നുഴഞ്ഞു കയറി വീണ്ടും അധികാരത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാമെന്നുമുള്ള DMKയുടെ സ്റ്റാലിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ്. ഇവിടെ ഈ വർദ്ധിച്ച വോട്ടിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത് അതാണ്. എന്തായാലും മെയ് 4-ാം തീയതി നമുക്ക് പെട്ടി പൊട്ടിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും.